അങ്ങനെ ഇന്ന് മുഴുവൻ ദിവസവും നീർനീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരിക്കുകയാണ്. പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതി തള്ളി. തന്റെ ഔദ്യോഗിക വാഹനത്തിന് പിഴക്കുടിശ്ശിക ഇല്ലെന്നാണ് വി ഡി സതീശൻ നൽകിയ മറുപടി. അഭിഭാഷക ജോലി ചെയ്യാത്തതിനാൽ വരുമാനമില്ലെന്നും വി ഡി സതീശൻ വിശദീകരണം നൽകുന്നു. അതേസമയം ഫൈൻ അടച്ചതിൽ പരിശോധന നടന്നില്ലെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം കോടതിയെ സമീപിക്കുമെന്നാണ് പരാതിക്കാരൻ അയൂബ് ഖാൻ പറയുന്നത്. ആദ്യം പ്രതികരണത്തിലേക്ക്. ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സ്വർണ്ണവില കുറച്ച് കാണിച്ചു. അതിന് നമ്മൾ രേഖ കൊടുത്തത് റിസർവ് ബാങ്ക് അംഗീകരിച്ച എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സിലും രാവിലെയും വൈകുന്നേരവും സ്വർണ്ണവില ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഏജൻസിയുടെ കൃത്യമായ കാര്യം നമ്മൾ 23-ാം തീയതി കൊടുത്തു. അത് അദ്ദേഹത്തിന് സ്വീകാര്യമല്ല. അദ്ദേഹം അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ വരുമാനം വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള ശമ്പളം എത്രയാണ്, അലവൻസ് എത്രയാണ് വാങ്ങുന്നത് എന്നുള്ളതിന് ഒരു വരി പോലും അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. അതുപോലെ തന്നെ ഫൈൻ്റെ കാര്യത്തിൽ വി ഡി സതീശൻ്റെ വക്കീൽ പറഞ്ഞത് അത് ഇപ്പോൾ ഒരു ഫൈൻ ഉള്ള കാലത്താണ് വണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്, അത് കഴിച്ച് വണ്ടി മാറ്റി. അപ്പോൾ ആ ഒരു ഫൈൻ അടച്ചോ എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ട ബാധ്യത റിട്ടേണിംഗ് ഓഫീസർക്കുണ്ട്. അത് എന്തായാലും വി ഡി സതീശന്റെ അപരൻ കെ ബി സതീശന്റെ പത്രികയും സ്വീകരിച്ചിട്ടുണ്ട്. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. വിപിൻ സി, ഇന്ന് പകൽ മുഴുവൻ നീണ്ടുനിന്ന ഒരു അനിശ്ചിതത്വത്തിനാണ് ഒടുവിൽ ഇങ്ങനെ അന്ത്യമായിരിക്കുന്നത്, അല്ലേ? അതെ, ഗുഡ് ആഫ്റ്റർനൂൺ അമൽ ദിൽന. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പറവൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയാണ്. അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു, അത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പറഞ്ഞതുപോലെ എന്തായിരിക്കും അതിൻ്റെ ഒരു വിധി എന്നുള്ളത് നോക്കിയിരിക്കുകയായിരുന്നു. കാരണം 4 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറവൂരിലെ LDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ET ടൈസൺ മാസ്റ്റർ ഈ പരാതി ഇപ്പോൾ വരണാധികാരിക്ക് നൽകിയിരുന്നത്. അതിൽ 4 പോയിന്റുകളായിട്ട് പറയുന്നത്, ഒന്ന്, അദ്ദേഹത്തിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തതയില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ MLA എന്നുള്ള സ്ഥാനത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന തുകയെ സംബന്ധിച്ചൊന്നും തന്നെ ഇതിൽ പറയുന്നില്ല. മറ്റൊന്നുള്ളത്, ഇപ്പോൾ അഡ്വക്കേറ്റ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജോലിക്ക് ലഭിക്കുന്ന വേതനമുണ്ടോ, ആ വേതനത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതൊന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗിക വാഹനത്തിന് 2 പിഴയുണ്ട്, അതാണ്. അങ്ങനെ സ്റ്റേറ്റുമായിട്ട് അത്തരം ഒരു ബാധ്യത പാടില്ല എന്നുള്ളത് കൂടിയുണ്ട്. പക്ഷേ ഇവിടെ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തത്. നാലാമത്തതായി, അദ്ദേഹത്തിന് 46 ലക്ഷം രൂപയുടെ സ്വർണം കയ്യിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ തന്നെ ഏകദേശം 147 പവന്റെ അടുത്ത് സ്വർണ്ണമുണ്ട്. അങ്ങനെ 1 ലക്ഷം രൂപ കണക്കാക്കുകയാണെങ്കിൽ പോലും 1 കോടിക്ക് മുകളിൽ അദ്ദേഹത്തിന് വരുമാനമുണ്ട്. അപ്പോൾ ഈ കയ്യിലുള്ള സ്വർണത്തിന്റെ മൂല്യം കുറച്ച് കാണിച്ചു. ഇങ്ങനെ 4 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്ന ആവശ്യവുമായി LDF ഇപ്പോൾ വരണാധികാരിക്ക് മുൻപിൽ വെച്ചിരുന്നത്. അപ്പോൾ 2 കൂട്ടരും, അതായത് പറയാനുള്ളതും ഒപ്പം തന്നെ അതിനുള്ള ഒരു മറുപടിയും എഴുതി നൽകണം എന്നുള്ളതായിരുന്നു വരണാധികാരി റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിച്ച ഒരു നിലപാട്. അതിനുശേഷം ഇപ്പോൾ 3 മണിക്ക് അത് പരിശോധിച്ച സമയത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിന് മറുപടി നൽകിയിരിക്കുന്നത്, ഒന്ന്, തന്റെ കയ്യിലുള്ളത് വിനോദസഞ്ചാര വകുപ്പ് നൽകിയ വാഹനമാണ്, അതിനു മുൻപ് മറ്റും മന്ത്രി ഉപയോഗിച്ചതാണ്. ഇപ്പോൾ അതിന് യാതൊരു വിധത്തിലുള്ള പിഴയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ പരാതിക്കാരൻ പറയുന്ന ഒരു പിഴയുണ്ട്, അത് വരണാധികാരി കൃത്യമായിട്ട് പരിശോധിച്ചില്ല എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, അഡ്വക്കേറ്റായിട്ട് അദ്ദേഹം ജോലി ചെയ്യാത്തതുകൊണ്ട് അതിൽ മറ്റ് വരുമാനം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ 2021 സ്വർണ്ണത്തിന്റെ മൂല്യമാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അതിലൊരു അപ്ഡേഷൻ 2026 വരുമ്പോഴുള്ളൊരു അപ്ഡേഷൻ നടന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ബോധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ തൃപ്തരാകുന്നില്ല LDF. അവർ ഈ ഒരു ഇലക്ഷന് ശേഷം കോടതിയിലേക്ക് പോകും. പല ഘട്ടങ്ങളിലും ഏകപക്ഷീയമായി വരണാധികാരി പെരുമാറി എന്നുള്ളത് കൂടിയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊന്നുള്ളത്, പറവൂരിലെ ഒരു അപര സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന കെ ബി സതീശന്റെയും നാമനിർദ്ദേശ പത്രിക ഇന്ന് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അനിശ്ചിതത്വത്തിന് ഒരു വിരാമമാവുന്നു. പ്രതിപക്ഷ നേതാവും കളത്തിലേക്ക് സജീവമായി തന്നെ ഇറങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.